ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ദേ നമ്മൾ ഇറച്ചി മേടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വ്ളോഗ് ചെയ്തിട്ട് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഏതായാലും സൺഡേ അല്ലേ, അപ്പോൾ സൺഡേ വ്ളോഗ് എടുത്താലോന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതെ ബീഫാണ് ഇന്ന് മേടിക്കുന്നത്, ചിക്കൻ മേടിക്കുന്നില്ല, ബീഫ് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇനി കുറച്ച് പച്ചക്കറിയും കൂടി മേടിക്കണം. തക്കാളിയൊക്കെ തീർന്നിരിക്കണാണ്. അപ്പോൾ ചൂണ്ടിയിലെ പച്ചക്കറി കടയിലാണ് ട്ടോ വന്നത്. ഇക്കാനെ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ കടകളിലെ എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് ഓടണത്. ഈ ഇപ്പുറത്തെ സൈഡായിട്ടാണ് ഇക്കാന്റെ ഓട്ടോ സ്റ്റാൻഡ്. ദേ ഇതാണ് ഓട്ടോ ഓടണ സ്റ്റാൻഡ് കേട്ടോ. ചൂണ്ടി സ്റ്റാൻഡാണിത്. അപ്പൊ ഞാനും മോനും കൂടി ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ടാ. അപ്പോഴേക്ക് ഇക്ക മേടിച്ചോണ്ട് വന്ന് ഞങ്ങളിതേ വീട്ടിലേക്ക് പോണേണ്. അപ്പൊ ഇക്ക കടയിൽ പോണെന്ന് പറഞ്ഞപ്പോ ഞാനും കൂടി വന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ് ട്ടോ. കാരണം എല്ലാ ദിവസവും വീട്ടിൽ തന്നെയാണല്ലോ. അപ്പൊ ഇടക്ക് ഇങ്ങനെ പോകുമ്പോ പുറത്തേക്ക് പോയില്ലെങ്കിൽ അല്ലേ, അങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാമല്ലോ വിചാരിച്ചു. അല്ലാണ്ട് ഇപ്പൊ ഈ അടുത്തൊന്നും ഇപ്പൊ എവിടെയും പോയിട്ടില്ല. അപ്പൊ പാത്രമൊക്കെ അവിടെ ഇരിക്കട്ടെ, വന്നിട്ട് കഴുകി വെക്കാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അവിടെ ഇട്ടിട്ട് ഞാനിപ്പോ ഇക്കാനെ കൂടി പോയി ഇറച്ചിയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. എന്നിട്ട് പിന്നെ അരിയിട്ട്, അപ്പൊ റേഷൻ അരി തീർന്നിരിക്കുന്നതുകൊണ്ട് കടയിൽ നിന്ന് അരി വാങ്ങിച്ച്. അപ്പൊ അതിന് കുറച്ച് വേവുണ്ട്. അപ്പൊ അതൊന്ന് വേവട്ടെ എന്ന് വിചാരിച്ചപ്പോ കുമ്പളങ്ങ, ഇപ്പൊ എല്ലാരും മോര് കാച്ചലല്ലേ, പിന്നെ വിചാരിച്ചു കുമ്പളങ്ങ വെച്ചിട്ട് ഒരു വെറൈറ്റി ഒരു തോരൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച്. എപ്പോഴും മോര് കാച്ചിയ ശരിയാവൂലല്ലോ, എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി നോക്കണ്ടേ അല്ലേ കൂട്ടുകാരെ. അപ്പൊ അത് ഞാൻ ചെറുതായിട്ടാണ് അത് അരിഞ്ഞെടുക്കുന്നത് ട്ടാ. അപ്പൊ ഞാൻ എന്റേതായ രീതിയിലാണ് ഞാൻ തോരൻ വെക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാ വെക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റേതായ രീതി വെക്കുന്നതൊന്ന് കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരാലോന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഞാൻ ഇത് ചെറുതായി അരിഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യമായ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടാ. എന്നിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അരിഞ്ഞു വെച്ച ഉള്ളിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാ ഇട്ടത്. എന്നിട്ട് പിന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ, അതൊരു 3 ചെറുതാക്കി അരിഞ്ഞ് അതും ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പോ അരിഞ്ഞ് വെച്ച കുമ്പളങ്ങയും കൂടി അതിലേക്ക് ഇട്ടു ട്ടോ. അപ്പൊ എപ്പോഴും ഒരേ രീതിയിലാവുമ്പോ നമുക്ക് ഒരു മടുപ്പുണ്ടാവും. അപ്പൊ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാനും പറ്റും അല്ലേ. എപ്പോഴും കുമ്പളങ്ങ മോര് കാച്ചിയതെന്ന് പറയുമ്പോ ഒരു ഇതാണ്. അപ്പൊ ഞാൻ ദേ കുമ്പളങ്ങ ഇട്ട്, അപ്പൊ അതിനധികം വേവൊന്നുമില്ല. കുറച്ച് 2-3 ഇളക്ക് മൂടി വെച്ച് ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ അത് വെന്തോളും. അപ്പൊ അത് നോക്കട്ടെ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ചോറ് തിളച്ച് നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പോ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടാ. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അത് കത്തിച്ച് വേവിക്കൊള്ളൂ. അപ്പോഴേക്കും ചോറ് റെഡിയാവും, അല്ലെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകും. അപ്പൊ നമ്മളെ കുമ്പളങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിട്ടോ, അപ്പൊ അത് പറയാൻ മറന്നുപോയി. അപ്പൊ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിലേക്കൊന്ന് ഇപ്പൊ പിടിച്ച് വരുമ്പോ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പൊ ഞാൻ കുറച്ചധികം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം കുമ്പളങ്ങ കുറച്ചുള്ളൂ. പിന്നെ അധികം തേങ്ങ ഇടുമ്പോ അതിൻ്റെതായ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പൊ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാകണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വാർക്കണം. നമ്മളെ കുമ്പളങ്ങ തോരൻ റെഡി ആയിട്ടാ. അപ്പൊ ഞാൻ പരിപ്പ് തേങ്ങാക്കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറച്ചി കുറച്ച് ഞാൻ വെച്ചുള്ളൂ. കാരണം ഇത്രയും കറികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുറച്ച് ഇറച്ചിക്കറി വെച്ച് കുറച്ച് ഞാൻ മാറ്റി വെച്ച്. അപ്പൊ കടയിൽ പോയപ്പോ ഇട്ട പുതിയ ഡ്രസ്സ് ഞാൻ മാറ്റിയില്ല. അല്പം തന്നെ കറിയൊക്കെ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ മാറാലടിക്കുമ്പോ ഏതായാലും പുതിയ ഡ്രസ്സ് ഇട്ട് അടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ പിന്നെ ചിലപ്പോൾ തന്നെ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് മാറാലടിച്ച്, അല്ലെങ്കിൽ പിന്നെ പൊടിയായിരിക്കും. ഇത് മരപ്പണിയാണ്. ഏറ്റവും താഴത്തെ മരപ്പണി കാരണം പെട്ടെന്ന് മാറാല വരും, പൊടിയും വരും. അവിടെ മരപ്പണിന്റെ പൊടിയൊക്കെ ഇങ്ങോട്ട് വരും. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റെപ്പൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇടുന്ന ഷോർട്ട് വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടോ കൂട്ടുകാരെ? എൻ്റെ ഡാൻസും പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? സ്കൂളിലെ ദിവസം മോൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒറ്റക്കാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓരോ ഡാൻസിന്റെയും പിന്നെ സ്കിറ്റ് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യണതാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ അത് യൂട്യൂബിൽ ഇടാല്ലാന്ന് വിചാരിച്ച് അങ്ങനെ ഇടണതാണ്. എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ എന്താ പറയാ,
ഇന്ന് പിന്നെ നല്ല വെയിലുണ്ട് ട്ടാ. മഴയില്ല ഇന്ന്. ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു. ഇന്ന് മഴയില്ല. അവിടെയൊക്കെ അങ്ങനെ മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാരെ? അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. കുറച്ച് വീഡിയോ കണ്ടു കഴിയുമ്പോ തന്നെ ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ. അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് പിന്നെ എന്തൊക്കെയുണ്ട്? എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ പോകുന്നത് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? എനിക്കിഷ്ടമുണ്ട് പുറത്തൊക്കെ പോകുന്നത്. പക്ഷെ ഫോട്ടോ ഇടണമെന്നും പറഞ്ഞിട്ട് പുറത്തൊന്നും അങ്ങനെ പോകാറില്ല. പിന്നെ പോകുന്നത് കുടുംബശ്രീ പോകും വൈകുന്നേരം. അപ്പൊ ഇന്നാണ് ഈ കുടുംബശ്രീയിൽ വേറൊരു മീറ്റിങ്ങും കൂടി ഉണ്ട്. അപ്പൊ കുറച്ചധികം നേരം കുടുംബശ്രീയില് ഇരിക്കണം. അല്ലെങ്കിൽ 4 മണിക്ക് പോയിട്ട് 4:30 5 മണിയാവുമ്പോൾ തിരിച്ചു വരാം. പക്ഷെ ഇന്നിപ്പോ കുടുംബശ്രീ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു മീറ്റിങ്ങും കൂടി ഉണ്ട്. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ ഞാൻ എടുക്കാം കേട്ടാ. പിന്നെ അപ്പൊ ഞാൻ ദേ സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ച് അകത്തേക്ക് കയറട്ടെ. അപ്പോഴേക്കും മോനോട് ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒടിഞ്ഞ ചൂല് വെച്ചാണ് ഞാൻ പുറമൊക്കെ ഒന്ന് അടിച്ചു വരുന്നത്. പുതിയൊരു ഇർക്കിലി ചൂലാണ് ഇക്ക വാങ്ങിച്ചുകൊണ്ടുവന്നത്. അതാകുമ്പോൾ ഒടിയൂലില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ചൂലാണ്ട് വാങ്ങിച്ചുകൊണ്ടുവന്നത്. മോൻ അടിച്ചു വരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എളുപ്പം തന്നെ അവിടെയൊക്കെ തുടച്ചിട്ട് പിന്നെ പോയി കുളിച്ച് ചോറ് കഴിച്ചിട്ട് പിന്നെ കുടുംബശ്രീ മീറ്റിങ്ങിന് വന്നു കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ട്ടാ എന്റെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.